ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അതവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. വളരെ അർത്ഥവത്തായ ഒരു വചനമാണ് ഈ പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം. താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന പക്ഷി. സത്യത്തിൽ അങ്ങനെ ഒരു പക്ഷിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. കാക്ക കുയിലിൻ്റെ കൂട്ടിൽ മുട്ടയിടാറുണ്ട്. ആ മുട്ട സ്വന്തം എന്ന നിലയിലാണ് പലപ്പോഴും കുയിൽ അതിൻ്റെ മേൽ കയറി അടയിരിക്കുന്നു. അവസാനം ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ കുയിലിൻ്റെ സ്വഭാവം കാണിക്കുകയും അവസാനം അത് പറന്ന് അകന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ആളുകളും ഇതുപോലെയാണ്. സമ്പത്തെന്ന് പറയുന്നത് ഒരു വലിയ അനിവാര്യ ഘടകം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലൊരു ജീവൻ പോലെയാണ്. ഒരു സാമൂഹ്യ സംവിധാനത്തിൽ സമ്പത്തെന്നൊക്കെ പറയുന്നു. അയാൾക്ക് ഭക്ഷണം കഴിക്കണം, അയാൾക്ക് ജീവിക്കണം, അയാളുടെ കുട്ടികളെ പഠിപ്പിക്കണം, ഇതിനെല്ലാം പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പണമോ ഭക്ഷണമോ ഏതെങ്കിലും രീതിയിലൊക്കെ ഇത് ആർജിക്കണം. അതിനുവേണ്ടി അയാൾ അധ്വാനിക്കുകയും ചെയ്യണം. സത്യത്തിന് അധ്വാനിക്കാനായിട്ടുള്ള ഒരു ശേഷി നമ്മുടെ ശരീരത്തിൽ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ബുദ്ധിപരമായിരിക്കാം, ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി സമ്പത്തുണ്ടാകുന്നു എന്നതിനേക്കാൾ കൂടുതൽ മറ്റനേകം പ്രയോജനമുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായി നിലനിൽക്കുവാനും അതിനർത്ഥമുണ്ടാകാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അതുവഴി മറ്റനേകം പേർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ന്യായമല്ലാത്ത സമ്പത്തുകൾ മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കാനുള്ള വിഫലമായ ശ്രമം അവർ നടത്തുകയും ചിലതൊക്കെ സ്വന്തമാക്കുകയും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്യായമായ സമ്പത്തോ സ്വത്തുക്കളോ ഏതെങ്കിലും വിധത്തിൽ കൈക്കൂലിയായിരിക്കാം, മറ്റൊരാൾക്ക് അർഹിക്കപ്പെട്ടത് നമ്മൾ നേടിയെടുത്തതായിരിക്കാം, ഇനി അങ്ങനെ നേടിയെടുത്തത് നമ്മൾ സ്വന്തം എന്ന നിലയിൽ സൂക്ഷിക്കുകയായിരിക്കാം, അതൊരു സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങി അന്യായമായി നമ്മളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഏത് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതം മധ്യം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്ക് കഴിയുന്നതോടുകൂടി ഈ സമ്പത്തുകൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോവുകയും നമ്മളൊരു വിഡ്ഢിയെപ്പോലെ ആയിത്തീരുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നൽകുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന സന്തോഷം ആ വസ്തുവകകൾക്കോ സമ്പത്തിനോ നമുക്ക് നൽകാൻ കഴിയാതെ പോകുന്ന അവസ്ഥ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അന്യായമായ ഏതെങ്കിലും സമ്പത്ത് നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിഡ്ഢിയാക്കി തീർക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നുകിൽ തിരികെ കൊടുക്കുക, അതല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ മുമ്പിൽ അത് പങ്കുവെക്കപ്പെടുക. എല്ലാം സമൂഹത്തിന്, ഞാൻ പറഞ്ഞല്ലോ, സമ്പത്തെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ജീവൻ തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അന്യായമായ സമ്പത്തുകൾ പങ്കുവെക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഇതല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഏറെ വേദനിക്കേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പ്രഭാതത്തിൽ നൽകട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ മഹത്വം.